ഇപ്രാവശ്യം എൻ്റെ വെക്കേഷൻ ഞാൻ പ്ലാൻ ചെയ്തത് മലേഷ്യയിലാണ്. മലേഷ്യ പോയി വരുമ്പോൾ പ്രത്യേകിച്ച് പാക്കേജിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ലോ കോസ്റ്റിൽ മലേഷ്യ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. മലേഷ്യ ആണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി വിസ ഫ്രീയും കൂടിയാണ്. എൻ്റെ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നായിരുന്നു. നമ്മളൊരു 1 month മുന്നെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് 6500 to 7000 ഉള്ളിൽ ബെസ്റ്റ് റേറ്റിൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കിട്ടും. അങ്ങനെ ചെക്ക് ഇൻ പരിപാടി എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഗേറ്റിൽ എത്തുമ്പോഴേക്കും ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തതാണ്. കൊച്ചി ടു മലേഷ്യ ഓൾമോസ്റ്റ് ഒരു 4.5 മണിക്കൂർ ജേണി ഉണ്ട്. നമ്മളെ ഫ്ലൈറ്റ് രാത്രിയുണ്ട്. കറക്റ്റ് രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ മലേഷ്യ എത്തും. അങ്ങനെ മലേഷ്യൻ ടൈം നമ്മൾ 7:20 ആകുമ്പോഴേക്കും ലാൻഡിങ് ആയി. നമ്മളെ ഇന്ത്യൻ ടൈമിനെക്കാട്ടും ഒരു 2.5 hours ഏർലിയാണ് മലേഷ്യയിൽ. അങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ബാഗേജൊക്കെ എടുത്ത് നമ്മൾ നേരെ പുറത്തിറങ്ങി. ഫസ്റ്റ് തന്നെ ഞാൻ പോയത് മലേഷ്യൻ ടൂറിസത്തിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് അവരൊരു മാപ്പും ഗൈഡും എടുത്തു. കാരണം നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അതാണല്ലോ. പിന്നെ നേരെ വാഷ്റൂമിൽ പോയി ഫ്രഷപ്പൊക്കെ ആയി. ഈ കാണുന്ന ഈ കോൺ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം കുടിച്ച് നേരെ സിം എടുക്കാൻ പോയി. ഞാനെടുത്ത് ഈ ഹോട്ട്ലിങ്ങിൻ്റെ കണക്ഷനായിരുന്നു. ഈ 45 ringgit അൺലിമിറ്റഡ് ആയിട്ടുള്ള കണക്ഷൻ എടുത്ത് പ്രൂഫായിട്ട് ജസ്റ്റ് നമ്മളെ പാസ്പോർട്ട് മാത്രം മതി. അത് 1 minute കൊണ്ട് ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. അങ്ങനെ സിമ്മൊക്കെ എടുത്ത് നമ്മൾ പുറത്തിറങ്ങി. അതിന് ഈ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയത് തന്നെ കുറേ ഷോപ്പുകളുണ്ട്. രാവിലെ ആയിട്ടോ എല്ലാം തുറക്കണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ എയർപോർട്ടിൽ നിന്ന് നമ്മൾ കോലാലംപൂർക്ക് പോകാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നല്ല ടാക്സി വിളിക്കാം, അല്ലെങ്കിൽ മെട്രോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബസ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ബസ്സാണ് നമ്മളെ ബസ്. അത് താഴത്തെ ഫ്ലോറിൽ പോയി നമുക്ക് ഈസി അവൈലബിൾ ആണ്. അറൗണ്ട് 16 ringgit മാത്രം മതി നമുക്ക് ബസ്സിന്. മെട്രോയ്ക്കൊക്കെ അത് കൂടുതലാണ്, 45 ringgit എന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സിന് പോകുന്നത് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ ബസ്സിന് ടിക്കറ്റ് എടുത്തു. കുറച്ച് വെയിറ്റിംഗ് ഉണ്ട്. കുത്തിത്തറച്ച് കയറലൊന്നുമില്ല. നമ്മൾ അതാത് ബസ് ലൈനിൽ വരുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ തരും. അങ്ങനെ നമുക്കത് കയറാം. നല്ല അടിപൊളി ബസ് വരുന്നു. നല്ല കുഷ്യൻ സീറ്റും പുഷ് ബാക്ക് സീറ്റും. ജസ്റ്റ് അറൗണ്ട് 1 hour and 15 minutes ഉണ്ട് അങ്ങോട്ട്. ബസ് റൈഡ് മൊത്തം അടിപൊളി. ഞങ്ങൾ നൈസായിട്ടൊന്ന് മയങ്ങുകയും ചെയ്തു. അങ്ങനെ ഒന്ന് ഇറങ്ങി നീറ്റിയപ്പോഴേക്കും ഞങ്ങളിതാ KL സെൻറ്ററിലെത്തി. അങ്ങനെ കുറേ ബസ്സുകൾ നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഒരു ബസ് ബേയിൽ തന്നെയാണ് നമുക്ക് ജെൻഡിങ് ഐലൻഡിലോട്ടുള്ള ബസ് എല്ലാം കിട്ടുക. അപ്പോൾ ഇവിടെ അതിൻ്റെ ടൈമിങ്സും ഡീറ്റെയിൽസും ഇപ്പോൾ എയർപോർട്ടിലേക്കുള്ളതും ക്ലിയയിലോട്ടുള്ളതൊക്കെ ബസ്സിൻ്റെ ടൈമിങ്സ് ഇവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ KL സെൻറ്ററാണ് മോസ്റ്റ്ലി എല്ലാത്തിൻ്റെയും ഹബ്ബ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണാം ഇവിടെ പല എല്ലാ മെട്രോൻ്റെയും ഹബ് സ്റ്റേഷൻ പോലെ ഇവിടെയാണ്. ഇവിടുന്ന് എല്ലായിടത്തെയും കണക്ഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ന്യൂ സെൻട്രൽ മോളാണിത്. ഇത് ന്യൂ സെൻട്രൽ മോൾ വലിയൊരു മോളാണ്. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ റൂം എടുത്തുള്ളത് ബുക്കിറ്റ് പിങ്താങ്ങിലാണ്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഹോട്ടലിനും ചെക്ക് ഇൻ അവിടുത്തെ ഒരു 2 മണി to 3 മണീൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഉച്ച സമയമായിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ ഞങ്ങളൊരു കൊറിയൻ റെസ്റ്റോറൻറ്റ് കയറി. അങ്ങനെ ചെന്നം പിന്നെ അവരെ മെനു നോക്കി ഞങ്ങൾ ഓർഡർ ചെയ്തു. അത് നല്ല രസമായിരുന്നു. ഓർഡറെല്ലാം അവർ നമുക്കൊരു ടാബ് പോലെ തരും. ആ ടാബിലായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അങ്ങനെ 2 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. പേരറിയാത്ത പലതും ഞങ്ങൾ ഓർഡർ ചെയ്തു ആ വിശപ്പിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ എന്തൊക്കെയൊക്കെയോ വന്നു. അങ്ങനെ പിന്നെ ഒരു ചിയേഴ്സൊക്കെ അടിച്ച് ഞങ്ങൾ ആദ്യത്തെ കൊറിയൻ ഫുഡ് ടേസ്റ്റ് ചെയ്തു. രാഹുലും ഉണ്ടോ എന്താണെന്ന് അറിയേണ്ടത്, കോലുകൊണ്ട് എങ്ങനെ കഴിക്കാമെന്ന് അറിയേണ്ടത്, എന്തൊക്കെയോ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടുന്ന് വിട്ടു. അടുത്ത് ഞങ്ങൾ ബുക്കിംഗ് പിങ്താങ്ങിലോട്ടുള്ള മോണോറയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് പാളി ഇട്ടപ്പം കോയിൻസ് അത് പ്രോപ്പറായി നോക്കണം. കോയിൻസ് ആണോ നോട്ടാണോ എടുക്കുന്നത് പ്രോപ്പറായി നോക്കണം. എന്നിട്ട് നോക്കി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പക്കയാണ്. അവിടെ ലൈനുകൾ ഏതൊക്കെ ലൈൻ എങ്ങോട്ടൊക്കെ പോകണമെന്നെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. പിന്നെ അവർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് പറഞ്ഞുതരും. അങ്ങനെ നേരെ ഞങ്ങൾ മെട്രോ ബേയിലെത്തി. അങ്ങനെ രാഹുൽ അവിടെ എന്തൊക്കെയോ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു പോലീസുകാരനോട്. അപ്പോഴേക്കും മെട്രോ എത്തി. അങ്ങനെ ഞങ്ങളത് പയ്യെ മെട്രോയിൽ കയറി. നല്ല ക്ലീൻ ആൻഡ് അടിപൊളിയായിരുന്നു. മെട്രോ ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഭയങ്കരമായിട്ട്. അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. പിന്നെ ഈ മെട്രോയിൽ കയറുമ്പോൾ നമുക്ക് കുറേ കോമൺ പീപ്പിളിനെ കാണാൻ പറ്റും. നമുക്ക് പിന്നെ നല്ല സൈറ്റ് സീയിങ് ആയിരുന്നു. ഇത് മർദക്യ സ്ക്വയർ, വേൾഡ് 2nd highest ടവർ ആവാൻ പോകുന്നൊരു ടവറായിരുന്നു. പണി തീർന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഓൾമോസ്റ്റ് ബുക്കിംഗ് പിങ്താങ്ങിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ ഹോട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിംഗ് പിങ്താങ്ങിൽ നിന്ന് ജസ്റ്റ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതർ നമുക്ക് ഇവിടെ നിന്നൊന്നുമില്ല ടാക്സി വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് നടക്കാം. അപ്പോൾ ഞങ്ങൾ നടക്കാമെന്ന് വെച്ചു. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ കണ്ടോ ഹോപ്പ് ബസ് പറഞ്ഞിട്ടുണ്ട്. സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഇവർ ഗവൺമെൻറ് തന്നെ അറേഞ്ച് ചെയ്യുന്നത്. അത് പലയിടത്തു നിന്നായിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ഞങ്ങൾ അക്കോഡ വഴിയാണ് ഞാൻ റൂം ബുക്ക് ചെയ്തത്. അതും റൂമല്ല, ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ 4 പേരുന്നുണ്ട്. ഇത് റോബർട്ട്സൺ എന്ന് പറഞ്ഞുള്ള ഒരു ഇതായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. റോബർട്ട്സൺ അത് ഞങ്ങൾ അക്കോഡയിൽ വഴി അപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ നമ്മൾ
നമ്മൾ 4 പേർക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് വരും. ഭയങ്കര അഫോർഡബിൾ റേറ്റ് നമുക്ക് കിട്ടും. ഞങ്ങൾ 6 ദിവസത്തേക്കായിരുന്നു ബുക്ക് ചെയ്തായിരുന്നത്. അങ്ങനെ അവിടെ ചെന്നു നമ്മൾ പേരും ഡീറ്റെയിൽസും നമ്മളെ റൂം നമ്പറൊക്കെ ജസ്റ്റ് സെക്യൂരിറ്റിയോട് പറഞ്ഞാൽ അവർ നമ്മൾ ഇൻ ചെയ്ത് തരും, ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യും ഇന്ന രീതിയാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് റിസപ്ഷനിസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങൾക്ക് ഓൾറെഡി മെസ്സേജ് തന്നിരുന്നു, ഒരു ലോക്കർ, അതിൻ്റെ പാസ്വേഡും അതിൻ്റെ ഡീറ്റെയിൽസും. അപ്പോൾ നമ്മളുടെ കീ നമ്മൾ അതായത് ലോക്കർ നമ്പർ നോക്കിയതിൽ തുറന്നതിൽ പല റൂമുകളുടെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ റൂമുകളുടെ പാസ്വേഡ് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അത് വെച്ച് ആക്സസ് ചെയ്താൽ നമുക്ക് അതായത് കീ എല്ലാം കിട്ടും, പിന്നെ ആക്സസ് കാർഡും കിട്ടും. അത് ഭയങ്കര അടിപൊളി സിസ്റ്റമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ ഈവൻ ലിഫ്റ്റ് കയറിയാൽ നമ്മൾ ഇത് ടാപ്പ് ചെയ്താലേ എന്താ പറയുക, നമ്മൾ കാർഡ് ടാപ്പ് ചെയ്താലേ നമ്മൾ ഫ്ലോറിലോട്ട് പോകാൻ പറ്റുള്ളൂ. 23ാമത്തെ നിലയിലായിരുന്നു ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മൊത്തം 46 ഫ്ലോർ എന്തുകൊണ്ട് അടിപൊളി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അതാണ് എടുത്തെടുത്ത് പറഞ്ഞത്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതേ നമ്മൾ അപ്പാർട്ട്മെൻറ്റ്. അടിപൊളിയായിരുന്നു, എല്ലാം പ്രോപ്പർലി അലൈൻഡ് ആയിട്ടുള്ളതും. ഭയങ്കര ആക്ച്വലി ഇത് ഒരു 1 BHK ആണ് ആക്ച്വലി. പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം സ്പേസ്, ഒരു 2 കിങ് ബെഡ് പോലെ ബെഡുണ്ട്, പിന്നെ ഫുണ്ടോസ് ഉണ്ട്, പിന്നെ ബാത്റൂമെല്ലാം വളരെ പെർഫെക്റ്റ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ നമ്മൾ ഈ 23ാമത്തെ നിലയായതുകൊണ്ട് നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെ ഇവിടെ ആയിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു ഈ സിറ്റീൻ്റെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ്. ഇന്നത്തെ ദിവസം ആക്ച്വലി ഭയങ്കര എക്സോസ്റ്റഡ്, ഇത്രയും ട്രാവൽ ചെയ്തുകൊണ്ട്. പിന്നെ ഞങ്ങൾ നന്നായിട്ടൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉറക്കം കഴിഞ്ഞു. അങ്ങനെ ഉറക്കം കഴിഞ്ഞ് നീറ്റപ്പോൾ തന്നെ ഒരു വെറൈറ്റി കൊക്കക്കോള വാനില ഫ്ലേവറും കുടിച്ച് ഞങ്ങൾ രാത്രിക്ക് സെറ്റായി. അപ്പോൾ നമ്മളിവിടുന്ന് അടുത്താണ് നമ്മൾ ബുക്കിംഗ് ബിങ് താങ്. ഞാൻ പറഞ്ഞില്ലേ, ബുക്കിംഗ് ബിങ് താങ് ആണ് അടുത്ത ഭയങ്കര നൈറ്റ് ഹാപ്പനിങ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിയർ ബൈ എടുത്തത്. ശരിക്കും ആക്ച്വലി ഇവിടുന്ന് ഇതിൻ്റെ നിയർ ബൈ എടുക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വാക്കബിൾ ഡിസ്റ്റൻസ് ആയിട്ട് പോയിട്ട് ബുക്കിംഗ് ബിങ് താങ്ങിലും അതിൻ്റെ നിയർ ബൈ ഏരിയ ഒക്കെ നമുക്ക് പോയി വരാം. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഹോട്ടലിൻ്റെ നിയർ ബൈ ഉള്ള പ്ലേസസ് അത് ഭയങ്കര ഈസി ആക്സസബിൾ ആണെങ്കിൽ നമുക്ക് അത്രയും അത് എക്കണോമിക്കലായി പ്ലാൻ ചെയ്യാൻ പറ്റും, നമുക്ക് കോസ്റ്റും കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ രാത്രി ഇത് ഓൾമോസ്റ്റ് സ്ട്രീറ്റിലോട്ട് എത്തി. സ്ട്രീറ്റൊക്കെ ഇത് ഓണായി തുടങ്ങിയിരുന്നു. ചിലയിടത്ത് പാട്ടും കാര്യങ്ങളും, പിന്നെ കുറേ സെയിലിന് റോഡ് സൈഡിലൊക്കെ സ്ട്രീറ്റ് സെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും പയ്യെ അങ്ങനെ ഒരു ബബിൾ ടീയിൽ തുടങ്ങാമെന്ന് വെച്ചിട്ട് നമ്മൾ 2 ബബിൾ ടീ വാങ്ങിച്ചു. നമ്മൾ ഷെയർ ചെയ്ത് സെറ്റാക്കി. നല്ല അടിപൊളി ബബിൾ ടീ ആയിരുന്നു. ഒരു മെയിൻ കാര്യം പറയാൻ വിട്ടു, കറൻസി ഞാൻ മാറ്റിയത് നാട്ടിൽ നിന്ന് തന്നെ, കുറച്ച് റിംഗറ്റായിട്ടും കുറച്ച് USD ആയിട്ടും. അതും ലുലു ഫോറക്സിൻ്റെ അങ്കമാലി ബ്രാഞ്ചിൽ അവരെനിക്ക് ബെസ്റ്റ് റേറ്റ് തന്നെ. അങ്ങനെ ബബിൾ ടീ കുടിച്ച് ഞങ്ങൾ സ്ട്രീറ്റ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. നല്ല തിരക്കുണ്ട് കേട്ടോ, കുറേ ടൂറിസ്റ്റേഴ്സിൻ്റെ നല്ല റഷും, ഭയങ്കര രസമായിരുന്നു. ഒരു വലിയ സ്ട്രീറ്റ് തന്നെയായിരുന്നു. നമ്മൾ സ്ട്രീറ്റിലോട്ട് നമുക്ക് കുറേ നടക്കാണ്ടായിരുന്നു, കുറേ ബിൽ ബോർഡ്സും കുറേ സ്ട്രീറ്റ് ഫുഡ്സും. അപ്പം ഞങ്ങളും ഓരോന്നൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ നടന്നു. അങ്ങനെ ഈ സ്ട്രീറ്റിൽ നമുക്ക് കുറേ വണ്ടികൾ, സൂപ്പർ കാർസും എല്ലാം നമുക്ക് കുറേ കാണാവുന്നതാണ് കേട്ടോ. ഈ സ്ട്രീറ്റ് നേരെ പിന്നെ ലീഡ് ചെയ്യുന്നത് പവിലിയൻ മോളിലോട്ട്. പവിലിയൻ മോൾ എന്ന വൺ ഓഫ് ദ പ്രീമിയം മോളാണ്. കുറേ പ്രീമിയം ബ്രാൻഡുകൾ, അൾട്രാ ലക്ഷറി ബ്രാൻഡസൊക്കെ ഉള്ള ഒരു ഷോപ്പായിരുന്നു, ഒരു ഷോപ്പിംഗ് മോളായിരുന്നു അത്. കുറേ നല്ല രസമാണ്, കുറേ ഫൗണ്ടെയിൻസും നല്ല ലൈറ്റിങ്ങും. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്ത് ഉള്ളിലൊക്കെ കയറി കുറേ നമുക്ക് അവൈലബിൾ ആത്ത കുറേ ബ്രാൻഡ്സ്, അൾട്രാ ലക്ഷറി ബ്രാൻഡ്സൊക്കെ കണ്ടു. അങ്ങനെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ നടന്നു. അങ്ങനെ ആയിരുന്നു ഞങ്ങൾ പയ്യെ തിരിച്ചു നടന്നു. അപ്പോഴേക്കും ഈ രാത്രി ആവുന്നത്തോളം സ്ട്രീറ്റ് കുറേ ആൾക്കാർ ഭയങ്കര തിരക്കായി തുടങ്ങിയിരുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെയായിരുന്നു ജലനാലോർ പറഞ്ഞ ഫുഡ് സ്ട്രീറ്റ്. കുറേ വെറൈറ്റി ഓഫ് ഫുഡ്സ്, സ്ട്രീറ്റ് ഫുഡ്സും കുറേ വൈഡ് വെറൈറ്റി ഓഫ് സ്ട്രീറ്റ് ഫുഡ്സ് ഉള്ള ഒരു സ്ഥലമായിരുന്നു ജലനാലോർ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ടൈപ്പ് ഓഫ് ഫുഡും കുറേ ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നത്, ഭയങ്കര റഷായിരുന്നു കേട്ടോ. കുറേ പേര് കണ്ടോ, ഒരു സൈഡ് മൊത്തം ഫുഡിൻ്റെ കൗണ്ടേഴ്സും അപ്പുറത്ത് കുറേ പേര് സീറ്റിങ്ങും ഉണ്ട്. അങ്ങനെ ഇരുന്ന് കഴിക്കാൻ നമുക്ക് നമുക്ക് വേണ്ട ഫുഡ് ചൂസ് ചെയ്തത് പറഞ്ഞാൽ അവർ കുക്ക് ചെയ്ത് തരും. അങ്ങനെ കുറേ ഫുഡ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഒരു സൈഡിലാണ് കുറേ പേര് പാട്ട് പാടുന്നതും, അങ്ങനെ പാട്ട് കേട്ട് നമുക്ക് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാവുന്ന. പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ വല്ലാത്ത വെറൈറ്റി ഒന്നും ഞങ്ങൾ ട്രൈ ചെയ്തില്ല, പിന്നീടാന്ന് വെച്ചു. അങ്ങനെ ഇന്നത്തെ മൊത്തം ക്ഷീണം കൊണ്ട് ഞങ്ങൾ റൂമിലെത്തി. ഇനി നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് നാളെ ഒരു ഭയങ്കര ഫ്രഷ് സ്റ്റാർട്ടപ്പോട് തുടങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഗുഡ് നൈറ്റ്.